ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മെജർമെൻറ്റിനെ പറ്റിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇപ്പോൾ സബ്ജക്റ്റ് EVS ആണ്, മലയാളം മീഡിയം ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ STD ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ STD ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വാട്ട് ആർ ദ ആർട്ട് ഫോംസ് ഗിവൺ ബിലോ? എക്സ്പ്ലെയിൻ. താഴെ നൽകിയിരിക്കുന്ന കലാരൂപങ്ങൾ ഏതെല്ലാമാണ്? വിശദമാക്കുക. നോക്കൂ, നമുക്കവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റിലെ ഫോട്ടോസ് ഏതാ മക്കളെ? ക്ലിയർ അല്ല, എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അവിടെ സ്ത്രീകൾ എങ്ങനെയാണ് ചട്ടയും മുണ്ടൊക്കെ ധരിച്ചിട്ടാണല്ലേ കളിക്കുന്നത്. നടുവിലെന്ത് ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കലാരൂപത്തിന് ആർട്ട് ഫോമിൻ്റെ പേരെന്താണ്? മാർഗം കളി. സെക്കൻഡ് വൺ നോക്കൂ, പുരുഷന്മാരുടെ കളിയാണ്. അവരുടെ കൈകളിൽ എന്തുണ്ട്? കോലുണ്ടല്ലേ. അപ്പം അതേതാണ് ആർട്ട് ഫോം? കോൽക്കളിയാണല്ലേ. അവസാനത്തെ നോക്കൂ, സ്ത്രീകൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് നിലവിളക്കിൻ്റെ ചുറ്റും കളിക്കുന്നതാണ്. അതേതായിരുന്നു? തിരുവാതിരയായിരുന്നു. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അത് ഓരോന്നും വിശദമാക്കാനാണ്. അപ്പം നമുക്ക് ഓരോ ആർട്ട് ഫോമിനെ കുറിച്ചും എഴുതി നോക്കാം. നോക്കൂ, ഇൻ മാർഗം കളി എ നിലവിളക്ക് ഈസ് ലൈറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദ മിഡിൽ. മാർഗം കളിയിൽ എങ്ങനെയാണ്? മാർഗം കളിക്ക് നടുവിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. സോങ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് സങ് ഫോർ മാർഗം കളി. ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററിയെ കുറിച്ചുള്ള സോങ് ആണ് പാടുന്നത് അല്ലേ. ദ കോസ്റ്റ്യൂം ഫോർ മാർഗം കളി ഈസ് ചട്ട ആൻഡ് മുണ്ട്. ചട്ടയും മുണ്ടുമാണ് അതിൻ്റെ കോസ്റ്റ്യൂം. മാർഗം കളിക്ക് നടുവിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗം കളിക്ക് ആലപിക്കുന്നത്. മാർഗം കളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം. അടുത്തത് എന്താണ്? കോൽക്കളി. കോൽക്കളി ഈസ് എൻ ആർട്ട് ഫോം വേർ ദ പെർഫോമേഴ്സ് ഡാൻസ് ഇൻ എ സർക്കിൾ. വട്ടത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഇത്, കോൽക്കളി. ദേ സിങ് ടുഗെദർ ആൻഡ് ഡാൻസ് ടു ദ റിതം ഓഫ് ദ സോങ്. പാട്ടിൻ്റെ താളത്തിനനുസരിച്ചാണ് അവർ ഡാൻസ് കളിക്കുന്നത്. അവരൊരുമിച്ച് പാടുകയും ചെയ്യും അല്ലേ. ബീറ്റിംഗ് ദ സ്റ്റിക്സ് ഇൻ ട്യൂൺ വിത്ത് ദ സോങ്. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ആ കോലുകൾ കൊണ്ട് എന്ത് ചെയ്യും? താളം പിടിക്കും. വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചു കളിക്കുന്ന കലാരൂപമാണ് കോൽക്കളി. നെക്സ്റ്റ് ഏതാണ്? തിരുവാതിരക്കളി. തിരുവാതിരക്കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൻ. തിരുവാതിരക്കളി എങ്ങനെയാണ്? വുമൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് ദ തിരുവാതിര സെലിബ്രേഷൻ ഇൻ ദ മന്ത് ഓഫ് ധനു. ധനുമാസത്തിലെ തിരുവാതിരയുടെ ആഘോഷമായാണ് തിരുവാതിരക്കളി പെർഫോം ചെയ്യുന്നത്. ഫോർ തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വിയർ ദ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് കേരള. കേരളയുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് ഡാൻസേഴ്സ് ധരിക്കാറല്ലേ. ധനുമാസത്തിലെ തിരുവാതിരാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈക്കുട്ടിയാണ് ഇത് കളിക്കുന്നത്. തിരുവാതിരയ്ക്ക് കേരളീയ വേഷമാണ് ധരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് കേട്ടോ പറയുന്നത്. ആ ടേബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്ന് നോക്കാം. സ്പിന്നിങ് ഓഫ് എർത്ത്. ഭൂമിയുടെ സ്വയം കറക്കം. എന്താണ് മക്കളെ അതിന് പറയുക? യെസ്, റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുമല്ലേ. അതിനെടുക്കുന്ന സമയം എത്രയാണ്? 24 hours, 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് തന്നിട്ടില്ല, പക്ഷേ റിവല്യൂഷനാണ് അല്ലെങ്കിൽ പരിക്രമണമാണ് തന്നിട്ടുണ്ട്. അതിൻ്റെ സമയവും അതിൻ്റെ കാരണം അതെന്താണെന്ന് നമ്മൾ എഴുതണം കേട്ടോ. അപ്പം എന്താ മക്കളെ റിവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ അല്ലേ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് റിവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെടുക്കുന്ന സമയം എത്രയാണ്? 365 ഡേയ്സ് ആണല്ലേ. 365 ദിവസം അല്ലെങ്കിൽ ഒരു വർഷം. അത്രയും സമയമാണ് റിവല്യൂഷൻ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ നോട്ട് അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹു ഈസ് നോൺ ആസ് ക്വീൻ ഓഫ് ക്വിറ്റ് ഇന്ത്യൻ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം കേട്ടോ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് എഴുതി നോക്കാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം 1942 അല്ലേ, 1942. എന്താണ്? ദർ വാസ് എ കൺട്രി വൈഡ് അജിറ്റേഷൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇൻ ഓഗസ്റ്റ് 1942. The Congress passed the Quit India resolution at the Congress session held at Mumbai. Gandhiji raised the Do or Die slogan, by which he meant that either free India or die in the attempt.
There were mass strikes led by students, workers, and peasants, which became violent. Several leaders and others sacrificed their life during this attempt. We observe August 9 as Quit India Day. എന്താണ് മക്കളെ പറയുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം സമരത്തിന് വലിയ ആവേശം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മയ്ക്ക് വർഷം തോറും ഓഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. ഓക്കെ, ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ഹു ഈസ് നോൺ ആസ് ക്വീൻ ഓഫ് ക്വിറ്റ് ഇന്ത്യൻ മൂവ്മെന്റ്? ആരാണ്? അരുണ ആസഫ് അലി ആണല്ലേ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലിസ്റ്റ് ഡൗൺ ദ ഗിവൺ ഐറ്റംസ് ഇൻ ടു സ്യൂട്ടബിൾ കാറ്റഗറി അക്കോർഡിംഗ് ടു ദെയർ സ്റ്റേറ്റ്സ്. എന്താണ്? നമുക്ക് താഴെ ബ്രാക്കറ്റിൽ കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? വസ്തുക്കൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച് തരംതിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളുടെ അവസ്ഥ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ തരംതിരിക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട് മക്കളെ? ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടിക. പെട്രോള്, ഓയില്, സ്റ്റീം എന്ന് പറഞ്ഞാൽ നീരാവി. എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു. ചോക്ക്, കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ. പെൻസിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച് നമുക്കൊന്ന് തരംതിരിച്ച് നോക്കാം. ഓക്കെ, ഏതൊക്കെയായിരുന്നു മക്കളെ നമ്മുടെ സ്റ്റേറ്റുകൾ? യെസ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലേ. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വസ്തുക്കളെ തിരഞ്ഞെടുത്ത് നമുക്കൊരു പട്ടിക പോലെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ? സോളിഡിൽ അല്ലെങ്കിൽ ഖരത്തിൽ ഏതൊക്കെ ഉണ്ടാവും? ബ്രിക്ക്, ഇഷ്ടിക, ചോക്ക് തന്നെ, പിന്നെ പെൻസിൽ അല്ലേ. നെക്സ്റ്റ് ലിക്വിഡ് അഥവാ ദ്രാവകത്തിൽ ആരൊക്കെ ഉണ്ടാവും? പെട്രോള്, ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണ. ഓക്കെ, പിന്നെ ഗ്യാസിൽ ആരൊക്കെ ഉണ്ടാവും? എയർ അഥവാ വായു, പിന്നെ സ്റ്റീം അഥവാ നീരാവി. ഇത്രയുമാണ് ഉണ്ടാവുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ, റൈറ്റ് ദ നെയിംസ് ഓഫ് ആർട്ട് ഫോം ആസ് ദ ഹെഡിങ് ആൻഡ് നോട്ട് ഡൗൺ ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചിത്രം നോക്കി കലാരൂപത്തിൻ്റെ പേര് തലക്കെട്ടായി എഴുതി പ്രത്യേകതകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്കവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു ആർട്ട് ഫോമിൻ്റെ അല്ലെങ്കിൽ ഒരു കലാരൂപത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഏതാണ് മക്കളെ അത്? തുള്ളലാണല്ലേ. അപ്പോൾ നമുക്ക് തുള്ളൽ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ എഴുതി നോക്കാം കേട്ടോ. എന്താണ് തുള്ളലിൻ്റെ ഒരു നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. തുള്ളൽ, ഇറ്റ് വാസ് കുഞ്ചൻ നമ്പ്യാർ ഹൂ ഫൗണ്ടഡ് തുള്ളൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള ആരാണ്? യെസ്, കുഞ്ചൻ നമ്പ്യാർ ആണല്ലേ. ദിസ് ആർട്ട് ഫോം മോക്സ് അറ്റ് ദ ഈവിൾസ് ഓഫ് സൊസൈറ്റി വിത്ത് എ പിഞ്ച് ഓഫ് ഹ്യൂമർ. എന്താണ്? നമ്മൾ സൊസൈറ്റിയിൽ നടക്കുന്ന മോശം കാര്യങ്ങൾ തമാശ രൂപേണ അവതരിപ്പിക്കുന്നതാണ് തുള്ളൽ ഈസ് ഓഫ് 3 ടൈപ്സ്. തുള്ളൽ 3 തരമുണ്ട്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ ആൻഡ് ശീതങ്കൻ തുള്ളൽ. ഇനി നോക്കൂ, തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. സമൂഹത്തിന്റെ തിന്മകളെ പരിഹസിച്ചുകൊണ്ട് നർമ്മരസം കലർത്തിയുമാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അനു ഈസ് ബോയിലിംഗ് വാട്ടർ ഇൻ ഹെർ കിച്ചൺ. അനു അവളുടെ അടുക്കളയിൽ വെള്ളം തിളപ്പിക്കുകയാണ്. ഷീ നോട്ടീസസ് വാട്ടർ വേപ്പർ റൈസിങ് അപ്പ്. ഷീ സഡൻലി കവേഴ്സ് ദ വെസൽ വിത്ത് എ ലിഡ്. അപ്പോൾ വെള്ളം ആവിയായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് അടച്ചു വെച്ചു. ആഫ്റ്റർ സം ടൈംസ് ഷീ റിമൂവ്ഡ് ദ ലിഡ്. ഷീ ഹാസ് എ ഡൗട്ട്. കുറച്ച് സമയത്തിന് ശേഷം അവൾ ആ അടപ്പ് തുറന്നു. അപ്പോൾ അവൾക്കൊരു ഡൗട്ട് ഉണ്ടായി. അനു അടുക്കളയിൽ വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളത്തിൽ നിന്നും നീരാവി വരുന്നത് കണ്ടു. അവൾ ഒരു പരന്ന പാത്രമെടുത്ത് അതടച്ചു വെച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് പാത്രം എടുത്തു മാറ്റി. അവൾക്കൊരു സംശയം തോന്നി. എന്തായിരുന്നു മക്കളെ അവളുടെ സംശയം? നോക്കൂ, അവിടെ താഴെയുള്ള ഫോട്ടോ. ആ കുട്ടി എന്താ പറയുന്നേ? പാത്രത്തിനടിയിൽ വെള്ളത്തുള്ളികൾ എങ്ങനെ വന്നു? ഹൗ ഡിഡ് വാട്ടർ ഡ്രോപ്സ് അപ്പിയർ അണ്ടർ ദ ലിഡ് അല്ലേ. ചൂടുള്ള ആവി പോയപ്പോൾ അവൾ പാത്രം അടച്ചു വെച്ചതാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടു? വെള്ളത്തുള്ളികൾ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളത്തുള്ളികൾ വന്നത് എന്നാണ് അനുവിൻ്റെ സംശയം. നോക്കൂ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യന് വാട്ട് ഈസ് യുവർ റിപ്ലൈ ടു അനൂസ് ക്വസ്റ്റ്യൻ? അനുവിൻ്റെ ചോദ്യത്തിന് എന്തായിരിക്കും നിങ്ങളുടെ മറുപടി എന്നാണ് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് പാത്രത്തിനടിയിൽ വെള്ളത്തുള്ളികൾ കണ്ടത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് മക്കളെ? വാട്ടർ വേപ്പർ ചേഞ്ചസ് ഇൻ ടു
വാട്ടർ വെൻ ഇറ്റ് കൂൾസ് അല്ലേ? നീരാവി തണുത്താൽ എന്തായി മാറും? ജലമായി മാറും. ഓക്കെ, അതുകൊണ്ടാണ് ആ പാത്രത്തിനടിയിൽ വെള്ളത്തുള്ളികൾ കാണുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ മിസ്സിംഗ് വേർഡ്സ്. വിട്ടുപോയവ കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ. ഐസ് ഹീറ്റ്സ് ഡാഷ്, ഹീറ്റ്സ് കൂൾസ് വാട്ടർ വേപ്പർ. ഐസ് ചൂടാക്കുന്നു, ഡാഷ് ചൂടാക്കുന്നു, തണുപ്പിക്കുന്നു, നീരാവി. ഓക്കെ, അതിനിടയിൽ എയും ബിയും നമുക്ക് എഴുതാനുണ്ട്. ഏതെല്ലാമായിരുന്നു മക്കളെ? ഐസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആവുന്നത്? അതുപോലെ എന്ത് ചെയ്യുമ്പോഴാണ് ഐസ് ആവുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഐസിനെ ഹീറ്റ് ചെയ്താൽ എന്താണ് ആവുന്നത്? വാട്ടർ ആണ് അല്ലേ? ഐസ് ചൂടാക്കുമ്പോൾ വെള്ളമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എ എന്നുള്ള ഭാഗത്ത് നമ്മൾ വെള്ളം അല്ലെങ്കിൽ വാട്ടർ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളത്തെ എന്ത് ചെയ്യുമ്പോഴാണ് മക്കളെ ഐസായി മാറുന്നത്? അതെ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോഴാണല്ലേ. അപ്പോൾ വാട്ടർ കൂൾസ്, ബി എന്തായിരിക്കും? തണുപ്പിക്കുന്നു അല്ലെങ്കിൽ കൂൾസ്. ഓക്കെ, അതായിരിക്കും കേട്ടോ ആൻസർ വരുന്നത്. ഇന്ന് നമ്മളപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്